ഒരു ബസ് എങ്ങെന്നില്ലാത്ത ഒരിടത്ത് നിർത്തുന്നു. ചൂട് തരുന്ന വിറയലോടെ കാറ്റ് ബസ്സിൽ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ഉള്ളിലെ യാത്രക്കാർ റോഡിൻ്റെ തുടർച്ചയില്ലാത്ത താരാട്ടിൽ മയങ്ങുന്നു. ഒരാൾ മാത്രം പതിയെ ഉണരുന്നു. ശേഷം പുറത്തിറങ്ങുന്നു. ആരോടും അനുവാദം ചോദിക്കാതെ, ഒന്ന് തിരിഞ്ഞു നോക്കാതെ. അയാൾ മറ്റൊരാളുടെ മുറ്റത്തേക്ക്, മറ്റൊരാളുടെ ഷർട്ടിലേക്ക്, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നടന്നു കയറുന്നു. ആ കഥാപാത്രം ജെയിംസ് ആയിരുന്നിട്ടും ഞാൻ അയാളിൽ കണ്ടത് ശരിക്കും മമ്മൂട്ടിയെ തന്നെയാണ്. നൻപകൽ നേരത്തെ മയക്കത്തിൻ്റെ സ്വപ്നതുല്യമായ മാസ്മരികതയെ വേർപെടുത്തി നോക്കിയാൽ അവശേഷിക്കുന്നത് ഒരു മലയാളി യാത്രികൻ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന കഥ മാത്രമല്ല, അത് മമ്മൂട്ടിയുടെ മുഴുവൻ സിനിമാ ജീവിതത്തിൻ്റെ കഥ കൂടിയാണ്. തുടക്കത്തിൽ ഗ്രാമവാസികൾ ജെയിംസിനെ സുന്ദരമായി മാറിയതിനെ എതിർക്കുന്നുണ്ട്. ഈ അപരിചിതൻ ആരാണ്? തങ്ങളിൽ ഒരാളാണെന്ന് അവകാശപ്പെടുന്നത് എന്തിനാണ്? അയാൾ പശുവിൻ്റെ പാൽ കറക്കുന്നുണ്ട്, പട്ടിയെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്, തെരുവുകളിലൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ മണ്ണിലെ പൊടി പോലും അയാളുടെ കാലുകളെ എന്നും അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ. അവർ ഒരുപാട് ശകാരിച്ച് തെളിവ് ചോദിക്കുന്നുണ്ടെങ്കിലും പതിയെ ആ എതിർപ്പെല്ലാം ഒരുക്കി നിശബ്ദതയാകുന്നു. അസാധ്യമായ കാര്യങ്ങളെ പോലും ഒരു പതിവ് പോലെ എളുപ്പമാക്കുന്ന ഒരു സൗന്ദര്യമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. അത് താർക്കികമാണോ അല്ലയോ എന്നതിലും കാര്യമില്ല. ഇത് തന്നെയാണ് മമ്മൂട്ടിയോടൊപ്പം പ്രേക്ഷകർ സിനിമകളിലൂടെ അനുഭവിച്ചു വളർന്നത്. ആദ്യം ആരും എതിർക്കാം. പൊന്തന്മാടയെ അവതരിപ്പിച്ചപ്പോഴും അംബേദ്കറുടെ കോട്ടും മനസ്സും ധൈര്യത്തോടെ അണിഞ്ഞപ്പോഴും പുട്ടുറുമിസിന്റെ രൂപത്തിലേക്ക് ഇഴകിച്ചേർന്നപ്പോഴുമെല്ലാം നിശ്ചലതയും ഉറച്ച മനസാക്ഷിയും കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തെ പുനർജനിപ്പിക്കാനുള്ള ഭയപ്പെടുത്തുന്ന കഴിവുകൊണ്ടാണ് മമ്മൂട്ടി മലയാളികളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയതും നിലനിന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതും. സിനിമയെയും സിനിമ താങ്ങി നിർത്തേണ്ട ഒരു വലിയ സമൂഹത്തിൻ്റെ രൂപകൽപ്പനയെയും മറ്റൊരു ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ എണ്ണിത്തീരാത്ത വേഷങ്ങളുടെ ആ തീരാനിര നമ്മളോട് പറയുന്നത് അഭിനയ പാടവത്തിൻ്റെ ബഹുതല പാഠങ്ങൾ മാത്രമല്ല. അങ്ങനെ അതിനെ ഒതുക്കാൻ കഴിയുകയുമില്ല. ലോകത്തിൻ്റെ എല്ലാ കോണിലുമുള്ള നടന്മാരെ കൊണ്ടുവച്ചാലും മമ്മൂട്ടി വ്യത്യസ്തനാകുന്നത് തന്നിലൂടെ ആ കഥാപാത്രങ്ങൾ പുനർജനിക്കുന്നു എന്ന വസ്തുത കൊണ്ടാണ്. നൻപകൽ നേരത്തെ മയക്കം ഈ പ്രക്രിയയാണ് വെളിച്ചത്തിൽ കാണിക്കുന്നത്. ജെയിംസ് തയ്യാറെടുക്കുന്നില്ല, പരിശീലിക്കുന്നുമില്ല. അയാൾ നമ്മൾ നോക്കി നിൽക്കെ നിഷ്പ്രയാസം സുന്ദരമാകുന്നു. അതുപോലെ മമ്മൂട്ടി എന്ന നടൻ ഒരിക്കലും പരിവർത്തനത്തിനായി തയ്യാറെടുക്കുന്നതായി തോന്നിയിട്ടുമില്ല. അയാൾ കയറി ചെല്ലുകയാണ്, നിശബ്ദതയെ ജോലി ചെയ്യാൻ വിടുന്നു. പെട്ടെന്ന് നാം കാണുന്നത് ആ ജീവിതം എപ്പോഴും ജീവിച്ചിരുന്ന പോലെ ഒരാളെയാണ്. നൻപകലിൻ്റെ ഏറ്റവും അത്ഭുതകരമായ ഘടകം ഭാഷയാണ്. മലയാളിയായ ജെയിംസ് തമിഴ് പരിചയമില്ലാതെ സ്വതന്ത്രമായി സംസാരിക്കുന്നു, ഗ്രാമവാസികളെ ശകാരിക്കുന്നു. എല്ലാം അയാളുടെ സഹയാത്രികർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അത് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി, ഗ്രാമവാസികൾക്ക് ഭയവും. പക്ഷേ മമ്മൂട്ടിക്കിത് വളരെ സുപരിചിതമായ മണ്ണാണ്. വാക്കുകളുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ ആധിപത്യവും ചടുലതയും നമ്മൾക്കിന്ന് വെറും സാധാരണ കാര്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വെറും ഉച്ചാരണമല്ല അതിൻ്റെ രഹസ്യം, അത് ഒരുതരം കൈവശപ്പെടുത്തലാണ്. ഭാഷയെ കഥാപാത്രത്തിൻ്റെ രൂപത്തിലേക്ക് വളച്ചെടുക്കുന്ന അപൂർവമായൊരു കാഴ്ച. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തെ പലപ്പോഴും കാലം കൊണ്ട് പലരും അളക്കാറുണ്ട്. മമ്മൂട്ടി തൻ്റെ സത്തയെ കാലത്തോടൊപ്പം സൃഷ്ടിപരമായ സംഭാഷണങ്ങളിലൂടെ വളർത്തിയെടുത്തത് മലയാള സിനിമയുടെ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പരീക്ഷണവും സിനിമയ്ക്ക് സമ്മാനിച്ചത് പുതിയ വീക്ഷണങ്ങളും ഉയർന്ന ചിന്തകളുമാണ്. നിലവാരത്തിൻ്റെ കാര്യത്തിൽ ബംഗാളി സിനിമയെ പോലും നിഴലിൽ നിർത്താൻ കഴിയും വിധം മലയാള സിനിമയും പ്രേക്ഷകരും വളരുന്നതിൻ്റെ പ്രധാന കാരണം താരപരിവേഷത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴും മമ്മൂട്ടി എന്ന നടൻ സ്വീകരിച്ച പരീക്ഷണ മനോഭാവമാണ്. അസാധാരണമായ സ്വയം നിയന്ത്രണമാണ് മമ്മൂട്ടി എന്ന നടനെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു ഘടകം. നൻപകൽ നേരത്ത് മയക്കത്തിൽ ആ നിശ്ചലതയാണ് കഥയുടെ ഹൃദയമാകുന്നത്. ജെയിംസ് താൻ സുന്ദരമാണെന്ന് ആരോടും വിശദീകരിക്കുന്നില്ല, വിശ്വാസത്തിനായി യാചിക്കുന്നില്ല, വാദിക്കുന്നുമില്ല. അയാൾ അങ്ങനെ തുടരുന്നു.
അസാധാരണതയെ സാധാരണമാക്കുന്നു. ഒടുവിൽ ഗ്രാമവാസികൾ അയാളുടെ സാന്നിധ്യത്തെ സ്വീകരിക്കുന്നു. ഇത് തന്നെയല്ലേ മമ്മൂട്ടി സിനിമയിലൂടെ സഞ്ചരിച്ച വിധവും? അദ്ദേഹം എങ്ങും പ്രകടമാകാനോ നിറഞ്ഞു നിൽക്കാനോ സ്വയം നിർബന്ധിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഫ്രെയിമുകളെ കീറിമുറിക്കുന്ന കൊടുങ്കാറ്റാകുന്നതിന് പകരം തടയാനാകാത്ത നിരന്തരമായ ഗുരുത്വാകർഷണം പോലെയാണ് അദ്ദേഹം പ്രേക്ഷകനെ തൻ്റെ ലോകത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. കാതൽ ദി കോർ എന്ന ചിത്രത്തിൽ സ്വന്തം ഭാര്യ പരസ്യമായി അവരുടെ വിവാഹബന്ധത്തിലെ വിള്ളലുകളെ കോടതിയുടെ പോഡിയത്തിൽ നിന്ന് തുറന്നു കാണിക്കുമ്പോൾ അവളുടെ ബാഗ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഫ്രെയിമിൽ നിൽക്കുന്ന മാത്യു ദേവസിയെ ഇതുപോലെ നിയന്ത്രിക്കാൻ മമ്മൂട്ടി എന്ന നടനുള്ള വ്യക്തത മറ്റാർക്കുമില്ലെന്ന് തീർച്ചയാണ്. നൻപകൽ നേരത്തെ മയക്കത്തിലേക്ക് തിരിച്ചു വന്ന ജെയിംസ് ശരിക്കും സുന്ദരത്തിൻ്റെ പുനർജന്മമായിരുന്നോ, അതോ അതൊരു കൂട്ടായ ഭ്രമമായിരുന്നോ? സ്വപ്നങ്ങളുടെ ലോകത്ത് യുക്തിയുടെ മൂല്യം വളരെ വലുതാണോ? പ്രശ്നമില്ല, കാരണം ചിത്രത്തിന്റെ രഹസ്യം ജെയിംസിനെയോ സുന്ദരത്തെയോ കുറിച്ചല്ല. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം തിയേറ്ററിൽ കണ്ടവർ സുന്ദരത്തിന്റെ ഓർമ്മയെ അവരുടെ സ്വന്തമായി മാറ്റിക്കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇതാണ് മമ്മൂട്ടി നമ്മുടെ മനസ്സിന്റെ സാംസ്കാരിക തലത്തിൽ ജീവിക്കുന്ന വിധം. നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങളുടെ എങ്ങനെയോ ഓർമ്മിക്കുന്നതായ ശകലങ്ങളായി. ഒരു മലയാളിയോട് അവരുടെ സ്വന്തം കഥ പറയാൻ ആവശ്യപ്പെട്ടാൽ പലപ്പോഴും അവരുടെ ജീവചരിത്രത്തിലേക്ക് തുന്നിച്ചേർക്കപ്പെട്ടതുപോലെ ഒരു മമ്മൂട്ടി കഥാപാത്രം ഭൂതസ്മൃതി പോലെ കടന്നു വരും. ആ മനുഷ്യൻ നമ്മുടെ കൂട്ടായ സ്വപ്ന ലോകത്തിന്റെ ഭാഗമായി എന്നതിന്റെ തെളിവാണത്. നൻപകലിനെ ഭയപ്പെടുത്തുന്നത് ആ കഥയുടെ സ്വപ്നതുല്യത മാത്രമല്ല, അത് നൽകുന്ന അനന്തരതയെയാണ്. ജെയിംസ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ബസ്സിലേക്ക് തിരികെ കയറുന്നു. എങ്ങെന്നില്ലാത്തയിടത്ത് നിർത്തിയിട്ട ബസ് ഒടുവിൽ പുറപ്പെടുന്നു. ജെയിംസ് തൻ്റെ മലയാളി സഹയാത്രികരിലേക്ക് തിരിച്ചെത്തിയാലും സുന്ദരത്തിന്റെ പ്രതിധ്വനി നമുക്ക് അനുഭവപ്പെടുന്നു. അയാൾ താൽക്കാലികമായി കടമെടുത്ത ജീവിതം സ്വപ്നത്തിന്റെ രുചിയായി നമ്മളിലും നിലനിൽക്കുന്നു. സുന്ദരത്തിന്റെ നാട്ടുകാരെ പോലെ ജെയിംസ് യഥാർത്ഥത്തിൽ സുന്ദരമല്ല എന്ന യുക്തിയെ വികാരങ്ങൾക്ക് വേണ്ടി നിഷേധിച്ച് മാറ്റി നിർത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. മമ്മൂട്ടി എന്ന മനുഷ്യന്റെ അത്ഭുതങ്ങളെ എന്നും കാത്തിരിക്കുന്ന, ഏറ്റവും മുകളിലെ തട്ടിൽ സൂക്ഷിക്കുന്ന നമ്മളെപ്പോലെയുള്ള ഒരു ആരാധകന്റെ ഉള്ളിലെ ജിജ്ഞാസയാവാം സെവള എന്ന നായയുടെ രൂപത്തിൽ ആ ബസ്സിന് പിറകെ ഓടിച്ചെല്ലുന്നത്. മമ്മൂക്ക, നന്ദി. വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു വിഷുക്കാലത്ത് മലയാളികൾക്ക് ബിഗ് ബി എന്ന ഒരു നിയോ നോയർ സമ്മാനിച്ചതിന്, ഞങ്ങൾ ഒരുങ്ങുന്നതിന് മുന്നേ മലയാള സിനിമയെ ഒരുക്കിയതിന്, തമ്പുരാന്മാർ വാഴുന്ന മലയാള സിനിമയിൽ സ്വന്തം സൗന്ദര്യം മാറ്റിവെച്ച് പൊന്തന്മാടയ്ക്കും പുട്ടുറുമിസിനും സൗന്ദര്യം പകർന്നതിന്, അംബേദ്കറിന്റെ കോട്ടണിഞ്ഞതിന്, മാത്യു ദേവസിക്ക് വിമർശനങ്ങളെ പേടിക്കാതെ ജീവൻ കൊടുത്ത് ഒരു കൂട്ടത്തിന് മാനുഷിക പരിഗണന നൽകിയതിന്, താരാധിപത്യത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നപ്പോഴും നിങ്ങളൊരു നടനാണെന്ന സത്യത്തെ ചേർത്ത് നിർത്തി കൊടുമൺ പോറ്റിയായി ഞങ്ങളെ വീണ്ടും അത്ഭുതപ്പെടുത്തിയതിന്, ഈ അത്ഭുതങ്ങൾ തുടരും എന്ന ഒരിക്കലും തകർക്കാത്ത വിശ്വാസ്യത ഞങ്ങൾക്ക് തന്നതിന് നന്ദി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗെയിംസ് കളിച്ച് റിവാർഡ്സുകൾ നേടാനും ഇപ്പോൾ തന്നെ ഫാൻബൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.